ബഹുമാന്യരെ, വളരെ സന്തോഷകരമായൊരു മുഹൂർത്തത്തിലാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പുതിയ പ്രസിഡന്റായി ശ്രീ ജയകുമാർ സാറും പുതിയ മെമ്പറായി അഡ്വക്കേറ്റ് രാജു അവറുകളും ചാർജെടുക്കുന്ന വേളയിലാണ് നമ്മൾ നിൽക്കുന്നത്. സത്യത്തിൽ സർക്കാരിന്റെ വലിയൊരു കാഴ്ചപ്പാടാണ് ഇതിലൂടെ യാഥാർത്ഥ്യമായിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയുന്നതുപോലെ ശബരിമലയുടെ വികസനം സാധ്യമാകണം. അതിനായി ആഗോള അയ്യപ്പ സംഗമത്തിന് നേതൃത്വം കൊടുത്ത ഒരു സർക്കാരാണ് ഇടതുപക്ഷ സർക്കാർ. അതുകൊണ്ട് തന്നെ ആ മാസ്റ്റർ പ്ലാൻ, അന്നത്തെ മാസ്റ്റർ പ്ലാന് അതിന്റെ ചെയർമാനായിരുന്ന ശ്രീ ജയകുമാർ സാറിന് തന്നെ ഇതിന്റെ പ്രസിഡന്റായി കൊണ്ടുവന്നു എന്നുള്ളത് സർക്കാരിന്റെ ശബരിമലയോടുള്ള വികസനത്തിന്റെ താൽപര്യമായിട്ടാണ് നമ്മൾ കാണേണ്ടത്. ശബരിമല എന്ന് പറയുന്നത് കേവലം കേരളത്തിൽ മാത്രം നിറഞ്ഞു നിൽക്കുന്ന ഒരു ഭക്തജനങ്ങളുള്ള ഒരു അമ്പലമല്ല. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്രയോ ലക്ഷോപലക്ഷ ഭക്തജനങ്ങളാണ് അങ്ങോട്ടേക്ക് എത്തുന്നത്. അവർക്ക് അടിസ്ഥാനപരമായ വികസനം ഉണ്ടാകണം. അതാണ് ഈ ഗവൺമെന്റിന്റെ കാഴ്ചപ്പാട്, ബോർഡിന്റെ കാഴ്ചപ്പാട്. അതുകൊണ്ട് തന്നെയാണ് ജയകുമാർ സാറിനെ പോലെ പ്രഗത്ഭനും പാണ്ഡിത്യമുള്ള ഭരണപരിചയമുള്ള ഒരാളിനെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായി വച്ചത് എന്നുള്ളതിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ എനിക്ക് കൂടി അഭിമാനകരമാണെന്ന് പറയുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. നമ്മുടെ മെമ്പറായി വന്ന ശ്രീ അഡ്വക്കേറ്റ് രാജു അവറുകൾ, അദ്ദേഹം ആരാണ്? ഒരു മുൻ മന്ത്രിയാണ്. ഭരണപരിചയമുള്ള 3 വട്ടം MLA ആയിരുന്ന അദ്ദേഹത്തെ പോലുള്ള ആളെ ഒരു മെമ്പറായി കൊണ്ടുവരിക എന്ന് പറയുന്നത് ഈ ഗവൺമെന്റ്, ഈ സർക്കാർ ശബരിമലയുടെ വികസനത്തിന് വേണ്ടി എടുക്കുന്നൊരു താൽപര്യം നമ്മൾ നോക്കിക്കാണണമെന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയുവാനുള്ളത്. അദ്ദേഹത്തിന്റെ മുന്നോട്ടുള്ള ഈ രണ്ടുപേരുടെയും മുന്നോട്ടുള്ള പ്രയാണത്തിന് എല്ലാവിധമായ പിന്തുണയും പ്രാർത്ഥനയും ഉണ്ടാകും. സ്വാമിയേ ശരണമയ്യപ്പ.